ഹായ് ഓൾ, ഇന്നൊരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ബനാന ലോഫാണ് ഇവിടെ ചെയ്യണത്. അപ്പോൾ പഴം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തെടുക്കുന്നത്. ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും, നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഈ ഒരു ടീ ടൈം കേക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം എന്താണെന്നുള്ളതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് നമുക്ക് സെയിലും ചെയ്യാം കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ 1 kg മെഷർമെൻറ്റാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ളത് നമുക്കിവിടെ 1/2 കപ്പ് ഷുഗർ വേണം. അതുപോലെ തന്നെ ആ ഒരു 1/2 കപ്പ് തന്നെ കാരമൽ ചെയ്തിട്ടുള്ള ഷുഗറും വേണം കേട്ടോ. അപ്പോൾ ടോട്ടൽ 1 കപ്പാണ് നമുക്ക് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ 1 കപ്പ് ഫ്ലോറാണ് വേണ്ടത്. പിന്നെ ഈ ഒരു കോക്കനട്ട് ഡ്രൈ കോക്കനട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് ഓപ്ഷണലാണ്. പിന്നെ അതുപോലെ റോബസ്റ്റ പഴമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, അത് ഒരു 1/2 കപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു വലിയ സൈസിലുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്, അത് സ്മാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പ് ഉണ്ടായിരിക്കും. പിന്നെ 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഷുഗറിനകത്തേക്ക് കറുകപ്പട്ട ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. മീഡിയം സൈസിലുള്ള ഒരു പട്ടയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ആ ഷുഗറിന് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു എഗ്ഗും എല്ലാം ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. 1 kg അളവാണ് കേട്ടോ ഞാനിവിടെ പറയണത്. അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന എന്താ പറയുക, പട്ടയും ഷുഗറും കൂടിയുള്ള ആ ഒരു പൗഡറും കൂടി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം അതിലേക്ക് വാനില എസൻസ് 1 ടീസ്പൂണും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പൊടിച്ച പഞ്ചസാര ആയതുകൊണ്ട് തന്നെ കുറേ ടൈം ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചൊക്കെ ഇതായി കഴിഞ്ഞാൽ തന്നെ അത് നന്നായിട്ട് മിക്സ് ആയിക്കോളും. പൊടിക്കാത്ത പഞ്ചസാര ആണെങ്കിൽ അത്രയും ടൈം നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് പൊടിച്ചിട്ട് തന്നെ നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഫ്ലോർ, അരിച്ചു വെച്ചിട്ടുള്ള ഫ്ലോറാണ് 1 കപ്പ്. അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ പൗഡറും സോഡയും എല്ലാം ഒന്ന് അതിൽ മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ ആദ്യം ഫ്ലോർ അരിക്കണ സമയത്ത് തന്നെ ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ എല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കിയതാണ്. അപ്പോൾ അത് അരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു എഗ്ഗും ഷുഗറും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായിട്ട്, ഇപ്പോൾ ബീറ്റായിട്ട് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് വന്നിട്ടുണ്ട്. അങ്ങനെ വന്നതിന് ശേഷമാണ് ഞാനിതിലേക്ക് കാരമൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ 1 കപ്പായിരുന്നു, അതിൽ 1/2 കപ്പ് പൊടിച്ച് ചേർത്തു. പിന്നെ ബാക്കിയുള്ള 1/2 കപ്പ് കാരമലാക്കി. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു 1/2 കപ്പ് നമ്മൾ കാരമൽ ചെയ്യണ സമയത്ത് അത് കാരമലായിട്ട് പിന്നെ 1/4 കപ്പാണ് തിളച്ച വെള്ളം ചേർത്തിട്ടാണ് ഈ ഒരു കാരമൽ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അതൊന്ന് മിക്സായി കഴിഞ്ഞതിൻ്റെ ശേഷം, ഒരുപാട് ടൈമൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ ശേഷം ഞാനതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു ബീറ്റർ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലെല്ലാം കയറി നിൽക്കുന്നത് സ്പാച്ചിൽ വെച്ചിട്ട് താഴോട്ടാക്കിയിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷമാണ് ഇതിലേക്ക് ഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇട്ടിട്ടുള്ള ഈ ഒരു ഫ്ലോർ ഞാൻ ഇതിലേക്ക് 1/2 ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് നന്നായിട്ട് സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഫ്ലോർ കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് കട്ട പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. അതൊന്ന് മിക്സ് ആയതിൻ്റെ ശേഷം ബാക്കിയുള്ള ഫ്ലോർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലോറെല്ലാം നന്നായിട്ട് മിക്സായി വന്നതിൻ്റെ ശേഷം നമ്മൾ ഇതിലേക്ക് നേരത്തെ സ്മാഷ് ചെയ്തിട്ടുള്ള പഴം, അതുപോലെ തന്നെ റോബസ്റ്റ പഴം, പിന്നെ കുറച്ച് നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കാഷ്യൂ, കിസ്മിസൊക്കെ ചേർക്കാം. പിന്നെ അതുപോലെ തന്നെ ആൽമണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏത് നട്ട്സ് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു വലിയ സൈസിലുള്ള റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, അത് ഫുള്ള് ഞാനതിലേക്ക് സ്മാഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് ഇനി ആൽമണ്ടാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ നേരത്തെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്ന ഡ്രൈ കോക്കനട്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതുകൂടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെടുത്തുള്ള കോക്കനട്ട് വേണമെന്നുണ്ടെങ്കിലും ഒന്ന് ഡ്രൈ ആക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ചെറിയ പീസാക്കിയിട്ട് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലോഫ് പാനിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ താഴെ ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. നോൺ സ്റ്റിക്കാണ്, അപ്പോൾ ഓയിൽ ഗ്രീസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനൊന്ന് ഒഴിച്ചിട്ട് ടാപ്പ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. 30 മുതൽ 35 മിനിറ്റ് വരെ കൊടുക്കാം. ഇനി ഇതിന് ഡെക്കറേഷനായിട്ട് കുറച്ചുകൂടി ഡ്രൈ കോക്കനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതിനൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടത് ഒരു 30 മിനിറ്റിന് ശേഷം ബേക്കായിട്ട് എടുക്കാം. അങ്ങനെ ഇതാ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചൂടാറിയതിൻ്റെ ശേഷമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ടിന്നിൽ നിന്ന് മാറ്റിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കാരമൽ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ബ്രൗൺ ഷെയ്ഡാണ് മുകൾ ഭാഗത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടിന്നിൽ നിന്ന് നമുക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ കേക്ക് ഞാനിതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ബട്ടർ പേപ്പറെല്ലാം റിമൂവ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ടോപ്പിൽ ആ ഒരു ഡ്രൈ കോക്കനട്ട് ഇട്ടതുകൊണ്ട് ചെറുതായിട്ടൊരു ഡാർക്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്, ആ കോക്കനട്ടിന് മാത്രം കേട്ടോ. അപ്പോൾ അത് എന്താ പറയുക, ഓവൻ്റെ ആ ഒരു ചൂട് തട്ടുമ്പോൾ വന്നിട്ടുള്ളതാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ആ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു സ്പഞ്ചാണ് കേട്ടോ, നല്ലൊരു സോഫ്റ്റാണ്. അപ്പോൾ എന്താ പറയുക, നട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യണ സമയത്ത് ആ നട്ട്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ചെറുതായിട്ട് ആൽമണ്ട് മാത്രമല്ലേ നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളത്. ടോപ്പ് ഭാഗത്ത് നല്ല ഡാർക്ക് ബ്രൗൺ വന്നിട്ടുണ്ട്, ഉള്ളിലേക്കായിട്ട് ലൈറ്റ് കളറുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ കാണുന്ന സമയത്ത് പഴത്തിൻ്റെ കേക്കാണെന്നൊന്നും തോന്നില്ല, കഴിക്കുമ്പോഴും ആ ഒരു പട്ടൻ്റെ ടേസ്റ്റും എല്ലാം കൂടിയായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, നമ്മളെ കയ്യിലുള്ള സംഭവങ്ങൾ തന്നെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു അടിപൊളിയായിട്ടുള്ള കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്